2024 മെയ് 26 രാവിലെ 10 മണിക്ക് IML സാമൂഹിക സേവാ സമിതി അംഗങ്ങളുടെ മക്കൾക്ക് നൽകി വരാറുള്ള വിദ്യാഭ്യാസ അവാർഡും പഠനോപകരണ വിതരണവും നടന്നു. സമിതി പ്രസിഡന്റ് MK മോഹനൻ അവരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം സെക്രട്ടറി KP ബാബു സ്വാഗതവും സാജൻ MD ഉദ്ഘാടനവും നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് SLC ഫുൾ A+ നേടിയ കുട്ടികൾക്ക് പ്രത്യേക സമ്മാനവും വിതരണം ചെയ്തു. നിങ്ങളും പോലുള്ള നിന്നിടാസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിയുടെ സാമഗ്രിയായതും. വിദ്യാഭ്യാസ പുരസ്കാരവും അതുപോലെ തന്നെ സാമൂഹിക സമിതിയുടെ ചെറിയ ഒരു പുസ്തകമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൽ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സാമൂഹിക സമിതിയുടെ ഞാൻ അതിന് സ്വാഗതം പറയുകയാണ്. നമ്മൾ ഇത് രണ്ടാമത്തെ വർഷമാണ് ഈ കമ്മിറ്റി ചെയ്യുന്നത്. ഈ പുസ്തകം ചെയ്യുന്നതിന് എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മളിത് ചെയ്യുന്നത് സാമൂഹിക സേവാ സമിതിയുടെ പേരിൽ നിന്നുകൊണ്ട് സുമനസ്സുകളുടെ സംഭാവന നൽകിക്കൊണ്ട് അതിൽ നിന്നും സംഭരിക്കുന്ന ബുക്കുകൾ നൽകിക്കൊണ്ടാണ് ഈ പരിപാടികളുടെ ആസൂത്രണം ചെയ്യുന്നത്. കാരണം സാമൂഹിക സേവാ സമിതിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം തെറ്റാതെ എന്നാൽ നമ്മളെ സഹായിക്കുന്ന നല്ല മനസ്സുകളുടെ മുന്നിൽ നമ്മളെ സഹായമാണ് മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ ആൾക്കാരെ സമീപിച്ചും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നതും ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്. ഈ കഴിഞ്ഞ പൊതുയോഗത്തിൽ വാർഷിക പൊതുയോഗത്തിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനോപാധികളും അവാർഡും ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള പുരോഗമനങ്ങളെ മറ്റംഗങ്ങൾ ഞങ്ങൾ ചാർജെടുത്തത് ഒരു വർഷം കഴിഞ്ഞു. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം ഞങ്ങൾ പഠനോപാധികൾ വിതരണം ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ തലമുറ ആണ് ഈ ലോകത്തെ നയിക്കേണ്ടത്. അവരുടെ കയ്യിലാണ് ഈ ലോകം നിൽക്കുന്നത്. ഞങ്ങളൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം ഈ ലോകവും കൊണ്ടുനടക്കുന്നത് പുതിയ തലമുറ. അവർക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു തലോടൽ ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോൾ നമ്മൾ നോക്കുകുത്തികളായിട്ട് നിൽക്കാതെ അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് കഴിക്കുന്നത്. പുതിയ വസ്ത്രങ്ങൾ, പുതിയ ചെരുപ്പ്, കൊട, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ക്ലാസ്സിലേക്ക് പുതിയ ഒരു അധ്യാപകരെ കാത്ത് പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടി അവർ വ്യക്തത കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ കാരണമായി ബുദ്ധിമുട്ടുന്നത് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരേ ഒരു ലക്ഷ്യം സമയത്തിന് ആഹാരം കഴിക്കുക, പഠിക്കുക, എഴുത്തന്മാരാകുക. അപ്പോൾ
അത്രയും ഒരു കാര്യം മാത്രമേ കുട്ടികളെ സംബന്ധിച്ചുള്ളൂ. എന്തുകൊണ്ടോ കുട്ടികൾ എല്ലാവരും അങ്ങനെ ശോഭിക്കുന്നില്ല. കാരണം പലരും മൊബൈലിൻ്റെ പുറകെ ഒക്കെ പോയി വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ തലമുറയെ ഏത് തരത്തിലാണ് വശീകരിക്കേണ്ടതെന്നുള്ള ഇതിൻ്റെ പേരിൽ ഈ പുതിയ ദോഷമൊക്കെ ചെയ്യുന്ന ആളുകൾ, അതായത് മദ്യവും മറ്റ് ലഹരി സാധനങ്ങളും ഇതെല്ലാം കരിയറാക്കി നമ്മുടെ പുതിയ തലമുറയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വലിയൊരു ലക്ഷ്യം ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന ഒരു കാര്യമാണ്. അധ്യക്ഷൻ സാമൂഹ്യ സേവാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ എം വി മോഹൻ അവർക്ക്, സെക്രട്ടറി ശ്രീ കെ പി ബാബു അവർക്ക്, വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് അവർക്ക്, മറ്റ് ഭാരവാഹികൾ ഖജാൻജി ശ്രീ ഉണ്ണികൃഷ്ണൻ അവർ, സാമൂഹ്യ സേവാ സമിതിയുടെ ബഹുമാനായ പ്രിയപ്പെട്ട അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനും പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും എത്തിച്ചേർന്നിരിക്കുന്ന കൊച്ചുകുട്ടികളെ, നമ്മുടെ ഈ ദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ കുറുക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വലിയൊരു സാമൂഹ്യ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സാമൂഹ്യ ധർമ്മം നിറവേറ്റുന്ന ഒരു സാമൂഹ്യ കൂട്ടായ്മയാണ് സാമൂഹ്യ സേവാ സമിതി. നമുക്കറിയാം, നമ്മളൊരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു കൈത്താങ്ങ് പോലും അല്ലെങ്കിൽ ചെറിയൊരു സഹായം പോലും നമുക്ക് വിലമതിക്കാനാവാത്ത ഒന്നാണ്. നമ്മുടെ അംഗങ്ങളുടെ ഒരംഗം വളരെ വലിയൊരു പ്രതിസന്ധി എന്ന നിലയിൽ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ ദേഹവിയോഗം നടക്കുന്ന സമയത്ത് ആ കുടുംബത്തിന് ഒരു എല്ലാ വിധത്തിലും സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ളത് കൈത്താങ്ങായി മാറുന്ന ഒരു വലിയൊരു സാമൂഹ്യ ധർമ്മം കാലങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ നിറവേറ്റുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സാമൂഹ്യ സേവാ സമിതി. എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് സാമൂഹ്യ സേവാ സമിതിയുടെ പ്രാഥമിക ഉദ്ദേശലക്ഷ്യം. എന്നാൽ അതിലേക്ക് ഉപരിയായി നമ്മുടെ ഈ അംഗങ്ങളുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായ ഒരു ഉയർച്ച ഉണ്ടാകണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി അംഗങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ ഉന്നത വിജയം നേടുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അടിത്തറയായ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും അതോടൊപ്പം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരു സഹായം പ്രോത്സാഹനങ്ങളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്ന ഒരു മഹത്തായ കടമ കൂടി സാമൂഹ്യ സേവാ സമിതി ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു അംഗങ്ങളെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. അത്തരത്തിൽ ഇന്നിവിടെ ആ ഒരു വലിയൊരു ധർമ്മം കൂടി ഏറ്റെടുത്ത സാമൂഹ്യ സേവാ സമിതിയുടെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് എല്ലാ രീതിയിലും പ്രശംസനീയമാണ്. ഇന്നിവിടെ ഈ ഉന്നത വിജയം നേടി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടി ഇവിടെ എത്തിയിരിക്കുന്ന ഈ കൊച്ചു മിടുക്കന്മാർ മിടുക്കൽ അവരുടെ ഏറ്റവും നല്ല സമഫലമായി ഒരു വലിയൊരു വിജയം നേടിയിരിക്കുന്നു. ആ എല്ലാ കുട്ടികളെയും എല്ലാ അംഗങ്ങളുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുവാൻ ഈ ഒരു അവസരം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊള്ളു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം, വിദ്യാഭ്യാസം നേടേണ്ട ഒരു പ്രാധാന്യം നമ്മുടെ എല്ലാ സമൂഹങ്ങളിലും ഇന്ന് തിരിച്ചറിയുകയും വിദ്യാഭ്യാസം എന്ന ഒരു വാക്കിന് പല രീതിയിൽ പല തലങ്ങളിൽ നിന്നും പല വീക്ഷണകോണുകളിൽ നിന്നും പല വിദ്യാഭ്യാസ വിശേഷണന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പല നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്.
എന്നാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അറിവ്, നോളജ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ്സ്, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ എന്നിവയുടെ ഒരു വികാസമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കൃത്യമായ മൂല്യമുള്ളതാണ്. എന്നാൽ അത് മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. നമുക്ക് അറിവ് നേടുന്നതും ആ കഴിവുകൾ നേടുന്നതും മാത്രമല്ല, അതിലുപരി നമ്മൾ നേടുന്ന അറിവുകൾ അല്ലെങ്കിൽ കഴിവുകൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, പ്രായോഗിക തലത്തിൽ, നമ്മുടെ സാമൂഹികപരമായിട്ടും വ്യക്തിപരമായിട്ടുള്ള തലങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതോടുകൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വിജയം. കേരളം കുറെ മെറ്റീരിയൽ വസ്തുതകളുടെ പഠനങ്ങൾ മറിച്ചത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക തലത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അത് ഉപയോഗപ്പെടുത്തുക. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.